നമസ്കാരം, ഞാൻ ഡോക്ടർ ലുക്മാൻ, മെഡിക്കെയർ മെഡിക്കൽ സെൻറ്റർ കൊടകരയിലെ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസം എന്ന അസുഖത്തിനെ പറ്റിയാണ്. ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ 5 പ്രധാന രോഗലക്ഷണങ്ങളെ പറ്റി സംസാരിക്കാം. ആദ്യത്തേത് ക്ഷീണം, തളർച്ച, അതുപോലെ മസിലുകൾക്കുള്ള വീക്ക്നെസ്, ഭയങ്കരമായ ബലഹീനത അനുഭവപ്പെടുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഒരു ഉച്ച സമയം അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മുടെ എനർജി മൊത്തമായിട്ട് ഡ്രെയിൻ ചെയ്യുന്ന പോലുള്ള ഒരു അവസ്ഥ. ചെറിയ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്ഷീണം, തളർച്ച കാരണം അത് ഫുള്ളാക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരിക. രണ്ടാമത്തെ രോഗലക്ഷണം, നമുക്ക് ഈ ഹൈപ്പോതൈറോയിഡിസം കാരണം നമ്മുടെ വെയിറ്റ് വളരെ കൂടുകയോ വളരെ ചുരുക്കം പേർക്ക് വെയിറ്റ് പെട്ടെന്ന് വളരെ കുറയുകയോ ചെയ്യുന്നൊരവസ്ഥ. മിക്കപ്പോഴും നമ്മുടെ ഈ ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻസിന് ഈ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ ഇല്ലാതെയും അതേപോലെ തന്നെ എക്സസൈസിൽ വലിയ കുറവില്ലാതെയും തന്നെ വെയിറ്റ് കൂടുന്നതായിട്ട് അനുഭവപ്പെടാം. അതല്ലെങ്കിൽ ചിലർക്ക് ഇപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര ഡയറ്റിൽ ശ്രദ്ധിച്ചാലും അതേപോലെ എത്ര എക്സസൈസ് ചെയ്താലും വെയിറ്റ് കുറയാത്തൊരു അവസ്ഥ നമുക്ക് കാണാറുണ്ട് ചിലർ. മൂന്നാമത്തെ ലക്ഷണം എന്താന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഉത്കണ്ഠ, പരിഭ്രമം, അല്ലെങ്കിൽ അവർക്ക് ഈ ബ്രെയിൻ ഫോഗിംഗ് എന്ന് പറഞ്ഞ കണ്ടീഷന്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. ബ്രെയിൻ ഫോഗിങ്ങിന് പ്രധാനമായിട്ട് 3 ലക്ഷണങ്ങളാണ് ഉണ്ടാവുക. അതിൽ 1 കോൺസെൻട്രേഷൻ, ഏകാഗ്രത കുറയുക. 2 കൺഫ്യൂഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവുക, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക. മൂന്നാമത്തത് ഓർമ്മപ്പിശക് സംഭവിക്കുക, അല്ലെങ്കിൽ ഓർമ്മക്കുറവുകൾ ഉണ്ടാവുക. ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോണിന് നമ്മുടെ തലച്ചോറിലുള്ള പല ഹോർമോൺസിന്റെയും വർക്കിങ്ങിൽ ഒരു ചെറുതല്ലാത്തൊരു റോൾ ഉണ്ട്. നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള മെയിനായിട്ട് സെറട്ടോണിൻ, ഡോപ്പമീൻ, നോറെപ്പിനെഫ്രിൻ പോലുള്ള ഹോർമോണിന്റെ വർക്കിംഗ് കറക്റ്റായിട്ട് നടക്കില്ല. ഞാൻ അവസാനം പറഞ്ഞ ഈ രോഗലക്ഷണങ്ങളുമായിട്ട് പല പേഷ്യൻസും വരാറുണ്ട്. അവരെ പലപ്പോഴും നമ്മൾ ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങളായിട്ട് തെറ്റിദ്ധരിച്ച് അതിന്റെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാറുണ്ട്. അപ്പം നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്ലഡ് ടെസ്റ്റ്, അതേപോലെ നമ്മുടെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും, അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. 4ാമത്തെ ലക്ഷണം എന്താന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം, മുടി കൊഴിച്ചിൽ, മുടിയുടെ ഉള്ളുകുറവ്, അതേപോലെ നമ്മുടെ തൊലിയുടെ കട്ടി കൂടുന്ന കണ്ടീഷൻ ഹൈപ്പർ കെരറ്റോസിസ്, അതേപോലെ വരണ്ട ചർമ്മം, അതേപോലെ നമ്മുടെ ഡ്രൈ സ്കിൻ എന്ന് പറയും. സ്കിന്നിന്റെയും അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെയും ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്തിന് തൈറോയ്ഡ് ഹോർമോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5ാമത്തെ രോഗലക്ഷണം എന്താന്ന് പറഞ്ഞാൽ ഉറക്കം ശരിയാവാത്തതാണ്. രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതാവുക, അല്ലെങ്കിൽ ഉറങ്ങിയാൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഞെട്ടി എണീക്കുക. രാത്രി ഉറക്കം റെഡിയാണെങ്കിൽ കൂടി രാവിലെ കൂടുതലായിട്ട് നമുക്ക് ഉറക്കം തൂങ്ങുക. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞ രോഗത്തിൽ കാണാറുണ്ട്. ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന്റെ ഹോർമോൺ ഉണ്ട്, മെലറ്റോണിൻ എന്ന് പറയും. അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനും നമ്മുടെ ഈ തൈറോയ്ഡ് ഹോർമോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ 5 രോഗലക്ഷണങ്ങളിൽ ഒന്നോ അതിലധികമോ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഫിസിഷ്യനെ പോയി കാണുക. ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം തൈറോയ്ഡ് ഹോർമോൺ വ്യതിയാനത്തിന്റെ ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്.